Hello, hi, my dear students. Welcome to Future SL ആണ്. സോ നമ്മുടെ റീനീറ്റ് ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് 11ന്റെ ഫിസിക്സ് സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് എന്ന് വിളിക്കുന്ന മോഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മുടെ ക്ലാസ് 11 സിലബസിന്റെ മെജോറിറ്റി അല്ലേ. 11th ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്സ് ആണ്, സ്റ്റഡി ഓഫ് മോഷൻ ആണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി ഇനി വരുന്ന ചാപ്റ്ററുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, റൊട്ടേഷണൽ മോഷൻ, അങ്ങനെ ഇനി അങ്ങോട്ടേക്ക് വരാവുന്ന ഒരുവിധം ചാപ്റ്ററുകളെല്ലാം നമ്മൾ കാണാൻ പോകുന്നത് മോഷനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകളാണ്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, എനർജി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ പെട്ടെന്ന് ഈ ഒരു ചാപ്റ്ററിലെ നമ്മുടെ മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഞാനൊന്ന് ഓടിച്ചെന്ന് പറഞ്ഞു പോവുകയാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് നല്ലോണം അറിയാമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ആദ്യത്തെ ചാപ്റ്ററിലെ മെക്കാനിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി ഒക്കെ നിങ്ങൾക്ക് കുറെ അറിയാമായിരിക്കും. എന്നാലും ഒരു ഓർമ്മിപ്പിക്കലാണ്. സോ വെൽക്കം ടു ടുഡേസ് ക്ലാസ് അഗെയിൻ. ആദ്യത്തെ ഒരു പോയിന്റ് ആയിരുന്നു ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമ്മൾ പറയാറുള്ളത് ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പൊ ഒരാള് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ ആ ട്രാവലിംഗ് ഒന്ന് വരച്ചു നോക്കിയപ്പോൾ ഒരാൾ എ എന്ന ഒരു പോയിന്റിൽ നിന്നും ആണ് ട്രാവലിംഗ് തുടങ്ങുന്നത്, മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അയാള് എയിൽ നിന്ന് ഒരു ഭാഗത്തോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ബി എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ ട്രാവൽ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് അയാൾ ഇങ്ങോട്ടേക്ക് സി എന്ന ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു. അവസാനം അയാൾ ഡിയിലേക്ക് അയാളുടെ ആ ഒരു മോഷൻ അവസാനിച്ചു. ആക്ച്വലി അയാൾ എയിൽ നിന്ന് തുടങ്ങി ഡി എന്ന ഒരു അവസാനത്തെ പോയിന്റ് അല്ലേ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ അവസാനിക്കുന്ന ഒരു ടോട്ടൽ മോഷനാണ്. വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞൊക്കെ പോയിരിക്കും. നമ്മളെപ്പോഴും മോഷൻ അങ്ങനെയാണല്ലോ. നിങ്ങൾ തന്നെ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്തൊരു റൂമിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ, കിച്ചണിലേക്ക് പോകണമെങ്കിൽ, മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിലൊക്കെ നമ്മൾ നേരെ അല്ല പലപ്പോഴും നടക്കുന്നത്. നമ്മളിങ്ങനെ ടേൺ എടുത്ത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ ടേൺ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നടക്കുക. ഇങ്ങനെ ഒരു മോഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിലെ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ട്രാവൽ ചെയ്ത പാത്ത് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പേര് വിളിച്ചത്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ എന്തായിരിക്കും? എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി, ഇതെല്ലാം കൂടെ വളഞ്ഞ് 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 ആഡ് ചെയ്താൽ കിട്ടുന്ന ആ ടോട്ടൽ പാത്ത് ലെങ്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്റ്റൻസ് എന്ന് പറയുക. നൗ എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സ്ഥലം മുതൽ അവസാനിച്ച സ്ഥലത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഈ ചിത്രത്തിലാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് നേരെ ഒരു ലൈൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, എ ടു ഡി. ആക്ച്വലി ആ ബോഡി ട്രാവൽ ചെയ്തത് ആ എ ടു ഡി എന്ന പാത്തിലൂടെ അല്ല, അത് പാത്ത് ലെങ്ത് അല്ല. പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞു പോയ ദൂരമാണ് പാത്ത്. ആ പാത്ത് ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. എന്നാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ചിലപ്പോൾ അതൊരു ഇമാജിനറി ലൈൻ ആയിരിക്കാം. അങ്ങനെ ഒരു ആക്ച്വൽ ലൈൻ വരയ്ക്കാൻ പറ്റണമെന്ന് പോലും ഇല്ല. ആ ഒരു ടോട്ടൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ഷോർട്ടസ്റ്റ് ലൈനിനെ, ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് അറിയാമല്ലോ. അപ്പൊ ഈ ചിത്രത്തിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എ ഡി ആണ് എന്ന് പറയാം. എ ഡി. ഇതിനെ കുറിച്ച് പറയുമ്പോൾ 2-3 പോയിന്റുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കമ്പയർ ചെയ്യുമ്പം എപ്പോഴും ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അല്ലെ. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, ഓൾവേസ് പോസിറ്റീവ് ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഈവൻ സീറോയും ആവാം. എപ്പോഴാണ് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാന്ന് പറയാൻ പറ്റുമോ? ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുക, ഒരാൾ ട്രാവൽ ചെയ്തത് എയിൽ നിന്നാണ്. അയാൾ ഇങ്ങനെ എവിടെയൊക്കെയോ പോയി 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 എവിടെയൊക്കെയോ പോയിക്കോട്ടെ, അയാൾ അവസാനം എയിൽ തന്നെ തിരിച്ചെത്തി എന്ന് വിചാരിക്കുക. ഏതോ ഒരു പോയിന്റിലൂടെ ഒക്കെ പോയിട്ട് ഇനീഷ്യലി തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ അയാൾ തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. ബിക്കോസ് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒന്നും തന്നെയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് വരാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ നെഗറ്റീവ് വരാം, സീറോ വരാം. ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്ന മറ്റൊരു പോയിന്റ് ആയിരുന്നു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്.
സ്കാലാർ. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അടുത്തതാണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു. ആ രണ്ട് ക്വാണ്ടിറ്റികളെ ടൈമിനനുസരിച്ച് മെഷർ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് നമ്മൾ നേരത്തെ ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്റ്റൻസ് എത്ര ഉണ്ടായി ഡിവൈഡഡ് ബൈ അതിനു വേണ്ടി എത്ര സമയമെടുത്തു. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു സ്പീഡ്. ഇപ്പൊ ഒരാള് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവാം. നിങ്ങൾ തന്നെ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾ മുറ്റത്തേക്ക് നടന്നു പോവാം. എത്ര സമയമെടുത്തു നടക്കാൻ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ മെഷർ ചെയ്യാണ്. ഇവിടുന്ന് തൊട്ട് നിങ്ങൾ മുറ്റത്ത് വരെ നടന്നപ്പോൾ ആ ദൂരം, ആ പാത്ത് ലെങ്ത് ആകെ എത്ര അളക്കാൻ പറ്റുമല്ലോ. ഇവിടുന്ന് അവിടെ എത്താൻ എത്ര സമയം നിങ്ങൾ വാച്ച് നോക്കിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് കൊണ്ട് ഞാൻ ഇവിടുന്ന് നടന്ന് മുറ്റത്തെത്തി. അപ്പൊ എന്തൊക്കെ കിട്ടി? ആ പോയ പാത്ത് ലെങ്ത് കിട്ടി, അതിനു വേണ്ടി ഉപയോഗിച്ച സമയവും കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഒരു റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എപ്പോഴും ഈ ഡിവൈഡഡ് ബൈ ടൈം വരുമ്പോഴാണ് നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് പറയാം. ആ ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരാണ് സ്പീഡ്. സോ ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വാണ്ടിറ്റി അതേപോലെ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്ന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു. അത് ആ ഒരു ഷോർട്ടസ്റ്റ് ദൂരമായിരുന്നു. ഡിവൈഡഡ് ബൈ ടൈം, ആ ക്വാണ്ടിറ്റി എന്തായിരിക്കും പേര് വിളിക്കുക? ആ ക്വാണ്ടിറ്റി പേര് വിളിക്കുന്നതാണ് വെലോസിറ്റി. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയാറുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ വലുത് ചെറുത് പറഞ്ഞു, പോസിറ്റീവ് നെഗറ്റീവ് സീറോയെ കുറിച്ച് പറഞ്ഞു, സ്കാലാർ വെക്ടർ എന്ന് പറഞ്ഞു. ആ പ്രത്യേകതകളെല്ലാം സ്പീഡിനും വെലോസിറ്റിക്കും നമുക്ക് അതേപോലെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ വേഗം പറഞ്ഞു പോവാണ്, ആവശ്യമുള്ളവർ എഴുതി എടുത്താൽ മതി. സ്പീഡും വെലോസിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡായിരിക്കും എപ്പോഴും കൂടുതൽ, ആരെക്കാളും വെലോസിറ്റിയെക്കാളും. അതല്ലെങ്കിൽ സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആവാം. സ്പീഡ് ചെറുതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ന്യൂമറിക്കൽ വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന്, സ്പീഡ് ഓൾവേസ് പോസിറ്റീവ് ആണ്, സ്പീഡ് സ്കാലാർ ആണ്. എന്നാൽ വെലോസിറ്റി വെക്റ്റർ ആണ്. വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഈവൻ സീറോയും ആവാം. ഓക്കെ, ആവറേജ് വെലോസിറ്റി നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പല വെലോസിറ്റികൾ തന്നിട്ട് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ, ഒരു കാർ ആവട്ടെ, അത് മൂവ് ചെയ്യുന്ന പല 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 വെലോസിറ്റികൾ, പല 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 ദൂരങ്ങൾ, പല 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 സമയങ്ങൾ, ഇങ്ങനെ ചില ഇൻഫർമേഷൻ തന്നിട്ട് ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. ആവറേജ് വെലോസിറ്റി കാണാൻ എപ്പോഴും നമുക്ക് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ബേസിക്കലി ഒറ്റ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്തായിരിക്കും പറഞ്ഞോളൂ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് വി ആവറേജ്. വി ആവറേജ്. ഇതിനൊന്ന് രണ്ട് സ്പെഷ്യൽ കേസുകളുണ്ട്, വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഒന്ന്, ഒരു ഒബ്ജക്റ്റ് ഒരു ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ദൂരത്തിൻ്റെ കുറച്ച് ഭാഗം, ഞാൻ ആ ദൂരത്തെ S1 എന്ന് വിളിക്കുന്നു. അത് ട്രാവൽ ചെയ്യുന്നത് ഒരു V1 എന്ന വെലോസിറ്റിയിലാണ്. ബാക്കിയുള്ള ദൂരം, ഞാൻ ആ ദൂരത്തെ S2 എന്ന് വിളിക്കുന്നു. അത് ട്രാവൽ ചെയ്യുന്നത് V2 എന്ന വെലോസിറ്റിയിലുമാണ്. സോ ആകെ ട്രാവൽ ചെയ്യേണ്ട ദൂരത്തിന്റെ കുറച്ച് ഭാഗം, ഞാൻ ആ കുറച്ച് ദൂരത്തെ S1 എന്ന് പേര് വിളിച്ചു. S1 എന്ന് പറയുന്ന ഒരു ദൂരം, അത്രയും ദൂരം അതൊരു സ്പീഡിലാണ് പോയത്. ഇനി ബാക്കി ഒരു ദൂരം ഉണ്ടായിരുന്നു, അത് വേറെ ഒരു സ്പീഡിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ വി ആവറേജിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വി ആവറേജ് എന്ന് പറയുന്നത് S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 ബൈ V1 പ്ലസ് S2 ബൈ V2 എന്നായിരിക്കും. ഓക്കെ, ഇത് ആക്ച്വലി മുകളിൽ കാണുന്നത് എന്തെന്നാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണിത്, S1 പ്ലസ് S2. താഴെ കാണുന്ന എന്താണ്? ടോട്ടൽ ടൈം. ടൈം എന്താ തന്നിട്ടില്ല. നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ S/V ആയിരിക്കും. ബിക്കോസ് തൊട്ട് മുന്നേ നമ്മൾ V ഈക്വൽ ടു S/T എന്ന് പഠിച്ചല്ലോ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സോ V ഈക്വൽ ടു S/T. അപ്പോൾ T ഈക്വൽ ടു S/V അല്ലേ? T ഈക്വൽ ടു S/V. അപ്പോൾ ഇതൊരു ടൈമാണ്, ഇത് മറ്റൊരു ടൈമാണ്. നമുക്ക് വേണ്ടത് ടോട്ടൽ ടൈമാണ്. അപ്പോൾ ഇത് ടൈം 1 പ്ലസ് ടൈം 2. ടൈം എന്ന് പറയുമ്പോൾ S/V. സോ S1 ബൈ V1 പ്ലസ് S2 ബൈ V2. ഇനി ഇവിടെ വീണ്ടും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരുന്നെങ്കിൽ, ഈഫ് S1 ഈസ് ഈക്വൽ ടു S2, രണ്ട് ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണെങ്കിൽ വി ആവറേജ് കാണുന്ന ഫോർമുലയാണ് 2V1 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. ഓക്കെ, നമ്മുടെ ആ ബേസ് ഫോമിനെ ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടാവുന്ന ഇക്വേഷൻസേ ഉള്ളൂ.
വേഗം വേഗം പറഞ്ഞു പോവാണ്. വലിയ ചാപ്റ്ററാണ്, നമുക്കറിയാം. ഒരു ക്രാഷ് മോഡലിൽ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആവറേജ് വെലോസിറ്റിയുടെ മറ്റൊരു കേസാണ് അടുത്തൊരു സിറ്റുവേഷൻ. ഒരു ഒബ്ജക്റ്റിന് ഇത്രയും ദൂരം പോകാനുണ്ട്. അത് ആദ്യത്തെ കുറച്ച് സമയം ഒരു v1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു, ബാക്കി കുറച്ച് സമയം മറ്റൊരു വെലോസിറ്റിയിലും ട്രാവൽ ചെയ്തു. അപ്പോൾ തന്ന ഇൻഫർമേഷന്റെ വ്യത്യാസം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞത് രണ്ട് ദൂരങ്ങളും രണ്ട് വെലോസിറ്റിയുമാണ്, ഇവിടെ തരുന്നത് രണ്ട് ടൈമും രണ്ട് വെലോസിറ്റിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വി ആവറേജ് കാണുന്ന ഫോർമുല, വി ആവറേജ് എന്ന് പറയുന്നത് S1 + S2. ടോട്ടൽ ദൂരം നമുക്ക് വേണം S1 + S2, ബട്ട് S തന്നിട്ടില്ല. S എന്ന് പറയുമ്പോൾ VT ആയിരിക്കും. സോ V1 T1 + V2 T2 ഡിവൈഡഡ് ബൈ T1 + T2 എന്ന് പറയാം. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് ഷോർട്ട് കട്ട്? ഇഫ് T1 ഈസ് ഈക്വൽ ടു T2, രണ്ട് സമയങ്ങളും തുല്യമായിരുന്നെങ്കിൽ, രണ്ട് സമയങ്ങളും തുല്യമാണെങ്കിൽ എന്താ കിട്ടുക? വി ആവറേജ് എന്ന് പറയുന്നത് V1 + V2 / 2 എന്നും ആയിരിക്കും. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന സെക്ഷൻ വരുന്നിടത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അടുത്ത ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായിരുന്നു ഡെഫിനിഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയിൽ എത്ര മാറ്റം വന്നു ഡിവൈഡഡ് ബൈ അതിനുവേണ്ടി എത്ര സമയം എടുത്തു. അപ്പോൾ വെലോസിറ്റിയിൽ വരുന്ന മാറ്റം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വാഹനം, നമ്മളൊരു കാറിൽ യാത്ര ചെയ്യാം. ആ കാറ് എല്ലായ്പ്പോഴും ഒരേ സ്പീഡിലാണോ ട്രാവൽ ചെയ്യുക? അല്ല. ചില സമയത്ത് ആ കാറ് പതുക്കെ വളരെ സ്ലോലി ട്രാവൽ ചെയ്യും. അത് റോഡിന്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. നല്ല ട്രാഫിക് ഉള്ള റോഡാണെങ്കിൽ നമുക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ. അതേസമയം നല്ല ഫ്രീ റോഡാണെങ്കിലോ അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പോകാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വാഹനത്തിൽ പോകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിയിൽ വന്ന ചേഞ്ച് എത്ര ഡിവൈഡഡ് ബൈ അതിനു വേണ്ടി എത്ര സമയമെടുത്തു, ആ ക്വാണ്ടിറ്റി നമ്മൾ വിളിച്ച പേരായിരുന്നു ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അടുത്തത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഒരു ബോഡി ഒരു സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്യണം വേറൊരു സ്ഥലം വരെ. ഓക്കെ, ആക്സിലറേറ്റഡ് മോഷനാണ്. എന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഇനീഷ്യലി ഉള്ള വെലോസിറ്റി u എന്ന് വിളിക്കാം. കുറച്ച് കഴിയുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കൂടി 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 v എന്നാവും. ബിക്കോസ് വെലോസിറ്റിയിൽ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും, ഇത് ആകെ ട്രാവൽ ചെയ്ത ദൂരത്തെ നമ്മൾ s എന്ന് കാണിക്കും. s അതിനു വേണ്ടി എടുത്ത സമയത്തെ t എന്നും കാണിക്കും. ആക്സിലറേഷനെ a എന്നും വിളിക്കാം. അപ്പോൾ 5 ക്വാണ്ടിറ്റികൾ ഏതൊക്കെ? ആക്സിലറേറ്റഡ് മോഷനിൽ ആദ്യത്തെ വെലോസിറ്റിയാണ് u, ഇനീഷ്യൽ വെലോസിറ്റി. അവസാനത്തെ വെലോസിറ്റിയാണ് v, ഫൈനൽ വെലോസിറ്റി. ആ ട്രാവൽ ചെയ്ത ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. അതിനു വേണ്ടി എടുത്ത സമയം t, ആക്സിലറേഷൻ a. ഇവരെ കണക്ട് ചെയ്യുന്ന 3 ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്, അതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നറിയപ്പെടുന്നത്. ഒന്ന് v = u + at. രണ്ടാമത്തെ എന്തായിരുന്നു? s = ut + ½ at². മൂന്നാമത്തെ എന്തായിരുന്നു? v² = u² + 2s. ഇനി നാലാമതൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അതിനെ നമ്മൾ nth എന്നാണ് പേര് വിളിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. അതിൻ്റെ ഇക്വേഷൻ ആയിരുന്നു u + a/2 × 2n - 1. ആ സെക്കൻഡും ഫോർത്തും ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കുക. എന്താണ് സെക്കൻഡ് ഇക്വേഷൻ? സെക്കൻഡ് ഇക്വേഷൻ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് ഇക്വേഷൻ നമ്പർ 2. ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ 1 സെക്കൻഡ്. പർട്ടിക്കുലർ 1 സെക്കൻഡ് എന്ന് വെച്ചാൽ ബോഡി ഇങ്ങനെ പോയി 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 3 സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്തി, 4 സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്തി, അങ്ങനെ 5 സെക്കൻഡ് വരെ ട്രാവൽ ചെയ്തൊരു ബോഡിയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ, അതിനെ നമ്മൾ 4th സെക്കൻഡ് എന്ന് പറയാം. എന്താ മക്കളെ പറയാ? 4th സെക്കൻഡ്, നാലാമത്തെ സെക്കൻഡ്. നാലാമത്തെ സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4th സെക്കൻഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 5th സെക്കൻഡ്.
ഇനി 10 സെക്കൻഡ് വരെ പോയ ഒരു ബോഡി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 8th സെക്കൻഡ്, 9th സെക്കൻഡ്, ഇങ്ങനെ നമുക്ക് ഓരോ പർട്ടിക്കുലർ 1 സെക്കൻഡിലെയും ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റും. അത് കാണാവുന്ന ഇക്വേഷൻ ആണ് Snth is equal to u plus a/2 into 2n-1. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പിന്നീട് ചോദ്യങ്ങൾ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. ഈ 4 ഇക്വേഷൻസ് ആണ്. ദെൻ ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഗ്രാഫുകൾ. അതുകൂടെ വേഗം പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ടേക്ക് പോകാം. ഗ്രാഫുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമുക്ക് 2 തരം മോഷൻസ് ഉണ്ട്. ഒന്ന് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയുള്ള മോഷൻ നമുക്ക് 2 ഗ്രാഫുകളാണ് ഉണ്ടാവുക. ഒരു ഗ്രാഫിന്റെ പേരാണ് XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. മറ്റൊരു ഗ്രാഫിന്റെ പേരാണ് VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെയാണ് XT ഗ്രാഫ് ഉണ്ടാവുക. XT ഗ്രാഫ് പൊസിഷനും ടൈമും അല്ലേ. ഇവിടെ നമ്മൾ ടൈം കാണിക്കും, ഇവിടെ പൊസിഷനും കാണിക്കും. ഗ്രാഫ് ഉണ്ടാവുക ഇങ്ങനെയാണ് ഗ്രാഫിന്റെ ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. അതായത് ബോഡി ഇങ്ങനെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൈം പോകുന്നതിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റിയും ടൈമും ആക്സിസിൽ എടുത്തിട്ട് വരയ്ക്കണം. ഓക്കെ, ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈമും. ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വെലോസിറ്റി അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഈ 2 ഗ്രാഫിൽ നിന്ന് 2 ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നു. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, ഏത് ഗ്രാഫിന്റെ? XT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അത് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ് എടുത്താൽ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. ചേഞ്ച് ഇൻ y ആക്സിസ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതാണ് ഈ വെലോസിറ്റി, ഇതാണ് സ്ലോപ്പ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എല്ലാം കൂടി നമുക്ക് പറയാൻ സമയമില്ല. സോ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഈ ഗ്രാഫുകൾ നിങ്ങൾ ഇങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതാണ് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി. ഇനി ഗ്രാഫിന്റെ അടുത്ത ടൈപ്പാണ് ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ച് പറയാൻ നമുക്ക് 3 ഗ്രാഫുകളുണ്ട്. ഒരു ഗ്രാഫിന്റെ പേരാണ് XT ഗ്രാഫ്, അടുത്ത ഗ്രാഫിന്റെ പേരാണ് VT ഗ്രാഫ്, മൂന്നാമത്തെ ഗ്രാഫിന്റെ പേരാണ് AT ഗ്രാഫ്. ഓക്കെ, ആദ്യത്തെ ഗ്രാഫ് XT ഗ്രാഫ്. XT ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് ടൈമിനനുസരിച്ച് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. ആ പൊസിഷന്റെ ചേഞ്ച് ഒരു നോൺ യൂണിഫോം ചേഞ്ച് ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നോൺ യൂണിഫോം ചേഞ്ച്. ഇനി VT ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതിവിടെ എക്സും ടിയും ആണ്, XT. ഓക്കെ, അടുത്തത് VT ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം. ഓക്കെ, വെലോസിറ്റി ടൈം. ഗ്രാഫിന്റെ ഷേപ്പ് ഉണ്ടാവുക ഇങ്ങനെയായിരിക്കും. ഓക്കെ, വെലോസിറ്റി ടൈം, ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, AT ഗ്രാഫ്. ഇവിടെ ടൈം, ഇവിടെ ആക്സിലറേഷൻ. ആ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പലതരം ഗ്രാഫുകൾ. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒറ്റ പോയിന്റും കൂടെ, ഈ രണ്ടാമത്തെ ഗ്രാഫിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ, സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷന് തുല്യമായിരിക്കും. ഓക്കെ, ഇതിന്റെ ഏരിയ കണ്ടാൽ അത് ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. ആരുടെ ഏരിയ? AT ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. VT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ തിയറിയിൽ നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട തിയറി ആയിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, ഇത് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഗോസ് 10 meter towards north, then 20 meter towards east, then displacement is. So വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇതൊക്കെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇത്ര സിമ്പിളൊക്കെ ചോദിക്കുമോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പലരും തെറ്റിക്കുക. അതുകൊണ്ട് സിമ്പിൾ ആണ് എന്ന് വിചാരിച്ച് റിലാക്സ് ചെയ്ത് പോകരുത്. നമുക്ക് ഏത് തരം ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ നമുക്ക് പറ്റണം. സോ കോൺസെപ്റ്റുകൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാവുന്ന തരം ചോദ്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ഒരാൾ നോർത്തിലേക്ക് 10 മീറ്റർ പോയി, നോർത്തിലേക്ക് 10 മീറ്റർ, പിന്നെ അവിടുന്ന് ഈസ്റ്റിലേക്ക് 20 മീറ്റർ. അപ്പോൾ ഒരു കാര്യം ഇത്രയും മനസ്സിലാക്കാനുള്ളൂ, നിങ്ങൾ നോർത്തും ഈസ്റ്റും ഒന്നും കൃത്യമായിട്ട് വരക്കണമെന്നൊന്നുമില്ല. നോർത്തും ഈസ്റ്റും എന്ന് പറഞ്ഞാൽ അതൊരു 90 ഡിഗ്രിയിലുള്ള ടേൺ ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പലരും ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ സാറേ ഇങ്ങോട്ടേക്കാണോ നോർത്ത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ഞാൻ ഈ ഡ്രോയിങ് കൊണ്ട് ഉദ്ദേശിച്ചത് എങ്ങോട്ടെങ്കിലും നോർത്ത് കാണിച്ചാൽ അവിടുന്ന് 90 ഡിഗ്രിയിലെ പിന്നെ ഈസ്റ്റ് ഉണ്ടാവുള്ളൂ. നോർത്തും ഈസ്റ്റും എപ്പോഴും ഇങ്ങനെ 90 ഡിഗ്രി ടേൺ ആയിരിക്കുമല്ലോ. നമുക്കിപ്പോൾ അത്ര ആവശ്യം ഇവിടെ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൺസെപ്റ്റ് എന്തായിരുന്നു? ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ആ ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയുള്ള ഷോർട്ടസ്റ്റ് ദൂരത്തെ നമ്മൾ വിളിച്ച പേരല്ലേ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത് വരച്ച് വന്നാൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലെ ഈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കാണേണ്ടത്. അത് കാണാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. എന്തായിരുന്നു പൈതഗോറസ് തിയറം പ്രകാരം? സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഒരു വാല്യൂ 10 ആണ്. സോ 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 100 പ്ലസ് 400 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 500. റൂട്ട് ഓഫ് 500 ഓപ്ഷൻസ് കൂടെ നോക്കുക. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ റൂട്ടൊക്കെ നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? കാൽക്കുലേറ്റർ ഒന്നും ഇല്ലല്ലോ. ഏകദേശം ആലോചിച്ച് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താ? 20ന്റെ മുകളിലല്ലേ ഉള്ളത് അല്ലേ? ഇത് 25 ആണ്. 25ന്റെ സ്ക്വയർ 625 അല്ലേ? അതായത് റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും ആൻസർ. ഇത് റൂട്ട് ഓഫ് 625 അല്ലല്ലോ, റൂട്ട് ഓഫ് 500 അല്ലേ? അപ്പോൾ 25നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. 25നേക്കാളും ചെറിയ ഒരു വാല്യൂ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ വാല്യൂ, ആ വാല്യൂ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. അങ്ങനെയും കൂടി ചെയ്ത് നോക്കാം മതി കേട്ടോ. അതും എക്സാക്ട്ലി 22.5 ആയിരിക്കും. 22.3 സംതിങ് ഞാനാണ് വരിക. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 22.5 ആക്കിയതാണ്. സോ ദ ആൻസർ ഈസ് അറൗണ്ട് 22.5 മീറ്റർ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. An athlete completes 1 round of a circular track of radius capital in 40 seconds. അപ്പോൾ ഇതാണ് ഒരു സർക്കുലർ ട്രാക്ക് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു അത്ലറ്റ് ഇതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടത്തേക്ക് തന്നെ തിരിച്ചു വരാൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞത്? 40 സെക്കൻഡ് വേണം. അപ്പോൾ ഒരു റൗണ്ട് 40 സെക്കൻഡ്, വീണ്ടും അടുത്ത റൗണ്ട് അപ്പോൾ 80 സെക്കൻഡ്, വീണ്ടും അടുത്ത റൗണ്ട് 120 സെക്കൻഡ്. ഇങ്ങനെയായിരിക്കും ഓരോ റൗണ്ട് കറങ്ങുന്നുണ്ടാവും. ഓരോ റൗണ്ടിനും 40 സെക്കൻഡ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഹിസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 മിനിറ്റ് 20 സെക്കൻഡ്? അപ്പോൾ ആകെ ടൈം എത്രയാ? 2 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് എന്ന് വെച്ചാൽ 120 സെക്കൻഡ് അല്ലേ, പ്ലസ് 20 സെക്കൻഡും അല്ലേ? അപ്പോൾ ആകെ അത് 140 സെക്കൻഡ് ആയില്ലേ? 140 സെക്കൻഡ് കൊണ്ട് ഇയാൾ എത്ര കറക്കം നടത്തിയിട്ടുണ്ടാവും? അങ്ങനെ ലോജിക്കും കൂടെ അവിടെ അപ്ലൈ ചെയ്യണം നമ്മൾ. എല്ലാ ക്വസ്റ്റ്യനും നേരെ ഫോർമുലയിൽ മാത്രം കൊടുത്താൽ കിട്ടൂല. ആ കോണ്ടെക്സ്റ്റ് എന്താണെന്നൊക്കെ നോക്കി അതിനെ നമ്മൾ മറ്റു ചില രൂപത്തിലും കൂടെ ഒരു ലോജിക്കലിയും കൂടെ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ഇത് സിമ്പിളാണ്. ഇവിടുന്ന് ഇവിടെ എത്താൻ 40 സെക്കൻഡ്. അപ്പോൾ 40 സെക്കൻഡിൽ ഒരു റൗണ്ട്. എഗെയിൻ അടുത്ത 40 സെക്കൻഡ്, അപ്പോൾ 80 സെക്കൻഡായി 2 റൗണ്ട്. വീണ്ടും ഒരു 40 സെക്കൻഡ്, അപ്പോൾ 120 സെക്കൻഡായി 3 റൗണ്ട്. അപ്പോൾ 120 സെക്കൻഡിൽ 3 റൗണ്ടായി. 140 സെക്കൻഡാണ് നമുക്ക് ആകെ ഉള്ളത്. അപ്പോൾ 120 സെക്കൻഡ് ആയപ്പോഴേക്ക് 3 റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ഒരു 20 സെക്കൻഡ് കൂടിയല്ലേ ഉള്ളത്. 40 സെക്കൻഡിൽ ഒരു റൗണ്ട് ആണെങ്കിൽ 20 സെക്കൻഡിൽ പകുതി റൗണ്ട് ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങിയ ആൾ അടുത്ത 20 സെക്കൻഡിൽ ഇവിടെ അല്ല എത്തുക. എന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തും. അപ്പൊ 3 കംപ്ലീറ്റ് റൗണ്ടും പിന്നെ ഒരു ഹാഫ് റൗണ്ടും. ഇതല്ലേ 140 സെക്കൻഡ് കൊണ്ട് സംഭവിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തുടങ്ങിയത് ഇവിടെയാണ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, ദെൻ ഒരു ഹാഫ് റൗണ്ട്. ഈ എല്ലാ റൗണ്ട് കണ്ടതിന്റെ കാര്യമൊന്നുമില്ല, ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചത്. അപ്പൊ ഇനീഷ്യൽ ഇവിടെ, ഫൈനൽ ഇവിടെ. ഈ ദൂരം മാത്രം നോക്കിയാൽ മതി. ഈ ദൂരം എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2r ആണ്. 2r അല്ലേ? സോ ദ ആൻസർ ഈസ് 2r.
അപ്പോൾ അതൊരു ഇക്വേഷൻ വെച്ച് മാത്രം ചെയ്യാൻ പറ്റില്ല, കോൺസെപ്റ്റും കൂടെ അറിഞ്ഞ് ലോജിക്കും കൂടെ അറിഞ്ഞ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നർത്ഥം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ കാർ ട്രാവൽസ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h ആൻഡ് the second half of the distance at 50 km/h. Average speed of the car for the whole journey. So ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഷോർട്ട് കട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ എന്താ സിറ്റുവേഷൻ പറയുന്നത്? ഒരു കാറാണ് ട്രാവൽ ചെയ്യുന്നത്, ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഒരു സ്പീഡിൽ, ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് മീൻസ് റിമൈനിങ് ഹാഫ് വേറെ ഒരു സ്പീഡിൽ, എന്ന് വെച്ചാൽ ടോട്ടൽ ദൂരത്തെ രണ്ട് ഹാഫാക്കി മാറ്റി എന്നല്ലേ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ദൂരമായ S1 ഈ ദൂരമായ S2 തുല്യല്ലേ? S1 S2 ഈക്വൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വി ആവറേജ് എന്ന് പറയുന്നത് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 എന്നായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2v1 30 v2 50 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 50. അപ്പോൾ എത്ര ഉണ്ടാവും? 2 into 3 into 5 15 0 0 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 50 80 ഉണ്ടാവും. നമുക്കിങ്ങനെ കട്ട് ചെയ്യാം, ഒരു 0 കട്ട് ചെയ്യാം. 2ഉം 8ഉം കട്ട് ചെയ്തതിലൂടെ 4 വരുന്നുണ്ട്. 150/4. അപ്പോൾ 150/4 എന്ന് പറയുമ്പോൾ 75/2 37.5. 37.5 എന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഇതാണ് ആൻസർ. അപ്പോൾ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോൾ അത് ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുന്നവർക്കും ആ ആവറേജ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് അറിയുന്നവർക്കും ഇതൊരു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ഹാസ് എ സ്പീഡ് ഓഫ് 60 km/h for the first 1 hour and 40 km/h for the next half hour. Its average speed in km/h is. Okay. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് ആദ്യം പറയുന്നത് ഫസ്റ്റ് 1 hour, പിന്നെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഹാഫ് അവർ. അപ്പോൾ ഇത് രണ്ട് ഡിഫറെന്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു, രണ്ട് ഡിഫറെന്റ് സ്പീഡും രണ്ട് ഡിഫറെന്റ് ടൈമും തന്നാൽ വി ആവറേജ് എന്ന് പറയുന്നത് v1 t1 പ്ലസ് v2 t2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. അപ്പോൾ എന്താ വരിക? v1 t1 60 into 1 60 ആണല്ലോ അല്ലേ? 60 km/h into 1 hour പ്ലസ് v2 t2 40 into half hour എന്ന് പറയുമ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.5. അപ്പോൾ എന്താവും? 60 പ്ലസ് 40 into 0.5 പറയുമ്പോൾ 20 ആണ്. 60ഉം 20ഉം കൂടെ 80 ഡിവൈഡഡ് ബൈ 1.5. 80 ഡിവൈഡ് ബൈ 1.5. 80 ഡിവൈഡ് ബൈ 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് വരുന്നത് 80 ഡിവൈഡ് ബൈ 1.5 എന്ന് പറയുമ്പോൾ അത് 53.3 ആണോ? അത്ര ആൻസർ വരിക. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 80 ഡിവൈഡ് ബൈ 1.5 എന്ന് പറയുന്ന വാല്യൂ 80 ഡിവൈഡഡ് ബൈ 1.5. യെസ്, കൺഫേം ചെയ്താണ്. 53 എന്ന് നമുക്ക് കിട്ടും. 53.33 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഷോർട്ട് കട്ട് വഴി ചെയ്യുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇതേ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വരുത്താം. ട്രെയിൻ ഹാസ് എ സ്പീഡ് ഓഫ് 60 km/h ഫോർ ദ 1 hour and 40 km/h for the next 1 hour. ഹാഫ് അവർ എന്നുള്ളതിന് പകരം ആദ്യവും 1 hour പിന്നെയും 1 hour എന്നായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? അതായത് അങ്ങനെ വരുമ്പോൾ അത് രണ്ട് ടൈമും ഈക്വൽ അല്ലേ? രണ്ട് ടൈമും ഈക്വൽ ആയാൽ ഡയറക്റ്റ് ആണ് v1 പ്ലസ് v2/2 എന്നാണ്. അപ്പോൾ 60 പ്ലസ് 40 100, 100/2 50. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടുമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കണം, എന്നിട്ട് ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ. സോ ആവറേജ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്, വിട്ട് കളയരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ y is equal to a plus bt plus ct square minus dt raised to 4. The initial velocity and acceleration നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലെ? വെലോസിറ്റി എന്ന് പറയുന്നത് dy/dt അല്ലെ ds/dt. ഇവിടെ y എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് dy/dt എന്ന് പറയാം. y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്.
അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ കിട്ടുന്നതാണ് വെലോസിറ്റി. ഓക്കെ, പിന്നെ ആക്സിലറേഷൻ എങ്ങനെ കിട്ടുക? വെലോസിറ്റിയെ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് എടുത്താൽ, ഇത് പ്യുവർ മാത്സ് ആണ്, വീണ്ടും ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരായിരുന്നു ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ വെലോസിറ്റി എന്ന് പറയുന്നത് d/dt ഓഫ് y. ഡിസ്പ്ലേസ്മെന്റ് y എന്ന് തന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. ഇതിന്റെ d/dt ചെയ്താൽ a കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. bt അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ b പ്ലസ് ct സ്ക്വയർ c ഇൻറ്റു 2t, സോ 2ct മൈനസ് dt റൈസ് ടു 4, 4dt റൈസ് ടു 3. ഡിഫറൻഷിയേഷന്റെ റൂളൊക്കെ അറിയാമല്ലോ അല്ലേ? നമ്മളോട് ചോദിച്ചത് ഇനീഷ്യൽ വെലോസിറ്റി എന്നാ. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ടൈം 0 എന്നാണ് അർത്ഥം. ഒരു മോഷൻ തുടങ്ങുക, അതാണല്ലോ ഇനീഷ്യൽ. തുടങ്ങുക എന്ന് പറയുമ്പോൾ സമയത്തെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യണം, അതാണല്ലോ തുടക്കം. അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ നമ്മൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്ന് കൗണ്ട് ചെയ്യാം. സോ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ടൈം 0. ടൈമിന് 0 കൊടുത്താൽ ഈ ടേം 0 ആയി പോവില്ലേ? ഈ ടേമും 0 ആയി പോവില്ലേ? അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു b എന്ന് മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ആക്സിലറേഷൻ കാണണം. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇവിടെ നമ്മൾ വെലോസിറ്റി എഴുതിയിട്ടുണ്ട്. ആ വെലോസിറ്റി ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സാധനത്തിന് വീണ്ടും ഡെറിവേറ്റീവ് എടുത്താൽ അപ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുത്താൽ ബിയുടെ ഡെറിവേറ്റീവ് 0, 2ct അതിന്റെ ഡെറിവേറ്റീവ് 2c മൈനസ് 4dt³ എന്ന് പറയുമ്പോൾ 3 × 4 12dt റേസ് ടു 2 എന്ന് കിട്ടും അല്ലേ? വീണ്ടും ഇനീഷ്യൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ടൈം 0. ടൈം 0 കൊടുത്താൽ ഈ ടേം ഇല്ലാണ്ടായി പോവില്ലേ? അപ്പോൾ 2c അല്ലേ ബാക്കിയുള്ളൂ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 2c. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു b എന്നും കിട്ടും, ആക്സിലറേഷൻ ഈക്വൽ ടു 2c എന്ന് കിട്ടും. സോ ബിയും 2cയും ഓപ്ഷൻ സിയിലാണ് കാണുന്നത്. മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ moving with a speed of 40 km/h can be stopped by applying brakes after at least 2 meters. എന്താ പറയുന്നത്? 40 km/h പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ചവിട്ടി സ്റ്റോപ്പ് ചെയ്യാണ്. ബ്രേക്ക് ചവിട്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് 2 മീറ്റർ ദൂരം കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് സ്റ്റോപ്പ് ആവുന്നതിന് മുന്നേ. അപ്പൊ ഇതായിരുന്നു ആ കാർ എങ്കിൽ ഈ കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ u എന്ന് വിളിക്കാം. ആ കാർ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്നു, ആ കാർ സ്റ്റോപ്പ് ആവുന്നു, അപ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0. എത്ര ദൂരം ട്രാവൽ ചെയ്തു? ട്രാവൽ ചെയ്ത ദൂരമായിരുന്നു 2 മീറ്റർ. നമുക്കതിനെ തൽക്കാലം s എന്ന് വിളിക്കാം. s ആ ട്രാവൽ ചെയ്ത ദൂരത്തെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പേര് വിളിക്കുക. കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഇക്വേഷൻ ആണ് v² is equal to u² plus 2as ആണല്ലോ. അതിൽ v 0 ഫൈനൽ വെലോസിറ്റി, u² മൈനസ്, കാരണം വെലോസിറ്റി കുറയാണ്, റിട്ടാർഡേഷൻ എന്ന് പറയും. വെലോസിറ്റി കുറയുമ്പോൾ ആക്സിലറേഷന് നമ്മൾ റിട്ടാർഡേഷൻ എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ -2as, -2as ഇപ്പുറം വന്നാൽ 2as ഈക്വൽ ടു u². 2a കോൺസ്റ്റന്റുകളാണ്. സോ s പ്രപ്പോർഷണൽ ടു u². ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഷോർട്ട് കട്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എപ്പോഴും ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നോ അതിൻ്റെ സ്ക്വയറുമായിട്ട് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സൗകര്യം എന്താ? ഇവിടെ നമുക്ക് ആദ്യം ഒരു വെലോസിറ്റി തന്നു, അതിൻ്റെ ഡിസ്റ്റൻസ് തന്നു, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? s1 by s2 is equal to u1 by u2 the square എന്ന് പറഞ്ഞൂടെ? കാരണം s പ്രപ്പോർഷണൽ ടു u² ആണല്ലോ. അപ്പൊ 2 എസ്സുകളുടെ റേഷ്യോ എടുത്താൽ അത് 2 യുകളുടെ സ്ക്വയർ റേഷ്യോ ആയിരിക്കും അല്ലേ? സോ s1 തന്നിരിക്കുന്നു 2 മീറ്റർ ബൈ s2 അറിയില്ല, u1 40 ബൈ u2 80, 40 by 80 സ്ക്വയർ, അതായത് 1/2 സ്ക്വയർ 1/4. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ എന്ന് കിട്ടുന്നു s2 ഈക്വൽ ടു 2 × 4 8 മീറ്റർ. സോ s2 എത്ര കിട്ടി? s2 എന്ന് പറയുന്നത് 8 മീറ്റർ ആയി.
അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും എസ് പ്രപ്പോർഷണൽ ടു യു സ്ക്വയർ എന്ന ഷോർട്ട് കട്ട് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 cars A and B at a rest at same point initially. അപ്പോൾ 2 കാറാണ്. ഇതാണ് ഒരു കാർ എ, ഇത് കാർ ബി. രണ്ടും ഇനീഷ്യലി റെസ്റ്റിലാണ്. അപ്പോൾ രണ്ടാളുടെയും യു 0 ആണ്. ഓക്കെ. എ സ്റ്റാർട്ട്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. എ എന്ന് പറയുന്ന ആള് ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യാം. അയാളുടെ സ്പീഡ് തന്നിട്ടുണ്ട്, അയാളുടെ വെലോസിറ്റി തന്നിട്ടുണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ്. ബി സ്റ്റാർട്ട്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ബി പോകുന്നത് ഒരു ആക്സിലറേഷനില്ല. ബിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Then B will catch A after how much time? Catch എന്ന് പറയുമ്പോൾ ആദ്യം എ ആണ് ഈ മോഷനിൽ ഫ്രണ്ടിൽ ഉണ്ടാവുക. കാരണം ഇയാൾ 0-യിൽ നിന്ന് ആക്സിലറേഷൻ കൊടുത്ത് മെല്ലെ 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 സ്പീഡ് കൂടി വരിക. ഇയാൾ അങ്ങനെയല്ല. ഇയാൾ ആദ്യം തന്നെ 1 സെക്കൻഡിൽ 40 മീറ്റർ എന്ന രൂപത്തിൽ സ്പീഡിൽ പോവാം. 40 മീറ്റർ പെർ സെക്കൻഡാണ്. സോ ഇയാൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇയാൾ പുറകിൽ നിന്ന് വന്ന് 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 ഇയാളെ പിടിക്കുന്നു. ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി ആയിരിക്കണം. അപ്പോഴല്ലേ ഒരാൾ മറ്റേയാളുടെ കൂടെ എത്തുക. രണ്ടാളും ഒരേ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം എ മുന്നിൽ പോകുന്നുണ്ട്, ബട്ട് ബിയും അത്ര തന്നെ ദൂരം എത്തിക്കഴിഞ്ഞാൽ എയും ബിയും ഒരേ സ്ഥലത്തെത്തി. എ ബിയെ ക്യാച്ച് ചെയ്ത് ബി എനെ ക്യാച്ച് ചെയ്തു എന്ന് പറയാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ? ഇതൊരു യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. എന്നാൽ ആക്സിലറേറ്റഡ് മോഷനിലെ ഡിസ്പ്ലേസ്മെന്റോ അത് ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. അതിൽ യു 0 യു 0 ആയതുകൊണ്ട് ഹാഫ് എ ടി സ്ക്വയർ. 2 ടൈപ്പ് മോഷൻ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന കാറ് യൂണിഫോം വെലോസിറ്റിയിലാണ്, അതേസമയം ബി എന്ന് പറയുന്ന കാറ് ആക്സിലറേറ്റഡ് മോഷനിലാണ്. യൂണിഫോം മോഷൻ ആയിരുന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി വാല്യൂസ് കൊടുക്കാം. ഇത് 40 ഇൻറ്റു ടി. നമുക്ക് ഒരു ടി കട്ട് ചെയ്ത് കളയാലോ. ഒരു ടി 2 സൈഡിൽ നിന്ന് പോയി. സോ 40 ഈസ് ഈക്വൽ ടു ഹാഫ് ആക്സിലറേഷൻ 4 ഇൻറ്റു ടി. ഹാഫും 4ഉം കട്ട് ഇവിടെ 2 വരുന്നുണ്ട്. 2 ഇപ്പുറം വന്നാൽ 40/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. അതായത് ടി എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും. 27. മനസ്സിലായോ? ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The velocity of a bullet is reduced from 200 meter per second to 100 meter per second while traveling through a wooden block of thickness 10 centimeter. ഇതൊരു വുഡൻ ബ്ലോക്കാണ്, വുഡിൻ്റെ ഒരു ബ്ലോക്ക്. ഇതിൻ്റെ തിക്നെസ് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇത് 10 സെന്റിമീറ്റർ ആയിരുന്നു. ഇതിലേക്കൊരു ബുള്ളറ്റ് വന്ന് ഇടിച്ച് ഈ ബുള്ളറ്റ് ഇതിൻ്റെ അകത്തൂടെ പെനിട്രേറ്റ് ചെയ്ത് ഇത് ഇപ്പുറത്തെ സൈഡിലൂടെ പുറത്തോട്ടേക്ക് എമേജ് ചെയ്യാം. ഓക്കെ, ഒരു ഗണ്ണ് വെച്ച് ഫയർ ചെയ്തപ്പോൾ ആ ബുള്ളറ്റ് അതിലൂടെ വന്ന് ഇടിച്ച് പുറത്തോട്ടേക്ക് തെറിച്ചു പോകും. ഓക്കെ, ഈ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി നമുക്ക് ഇതിനെ യു എന്ന് വിളിക്കാം. അതാണ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഇത് പുറത്തേക്ക് തെറിച്ചു പോകുന്ന വെലോസിറ്റി അല്ല, ഇത് ഇനീഷ്യലി 200 കേട്ടോ. ഇനീഷ്യലി 200 തന്നിട്ടുണ്ടല്ലോ, 200. അത് പുറത്തേക്ക് തെറിച്ചു പോകുന്ന വെലോസിറ്റി 100, ഫൈനൽ വെലോസിറ്റി 100. 200 മീറ്റർ പെർ സെക്കൻഡിൽ വന്നു. അത് ആ ബ്ലോക്കിന്റെ അകത്തൂടെ പോകുമ്പോൾ ഉറപ്പാണ് അതിന്റെ സ്പീഡ് കുറയും. ബിക്കോസ് ആ ബ്ലോക്ക് വുഡ് ആ മോഷനെ എതിർക്കാൻ ശ്രമിക്കുമല്ലോ. ബട്ട് ബുള്ളറ്റ് ആയത് കാരണം പൂർണ്ണമായും എതിർക്കാൻ സാധിക്കില്ല. സ്പീഡൊന്ന് കുറയ്ക്കാനൊക്കെ പറ്റും, ബട്ട് അപ്പോഴും അത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകും. റിട്ടാർഡേഷൻ എത്ര എന്നാണ് ചോദ്യം. അതായത് ആക്സിലറേഷൻ്റെ നെഗറ്റീവ് എത്ര, ഇതാണല്ലോ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, അത്രയും ദൂരവും അറിയാം, 10 സെന്റിമീറ്റർ. സോ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്കറിയാവുന്ന ഇക്വേഷനാണ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 സ്ക്വയർ. 100 സ്ക്വയർ വരുമ്പോൾ 4 0 ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4ഉം പിന്നെ 4 0 മൈനസ് അല്ലെങ്കിൽ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. 10 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 0.1 മീറ്റർ. 10 സെന്റിമീറ്റർ ആണ്
അത് 0.1 മീറ്റർ ആണ്. ഈ 40,000 ഇപ്പുറം വന്നാൽ 10,000 മൈനസ് 40,000, അപ്പോൾ അത് മൈനസ് 30,000 എന്നാവും. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു 10⁻⁻1. ഈ 10⁻⁻1 കൂടി ഇപ്പുറം വന്നാൽ ഇതും 10 ആയി മാറും അല്ലേ? ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ ഇത് 10 ആവും. സോ ഇത് മൊത്തത്തിൽ എന്തായി? മൈനസ് 3 ഇൻറ്റു 10⁵5 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a. 5 എങ്ങനെയാണ് വന്ന്? ഓൾറെഡി 4 0 ഇവിടെ ഉണ്ട്. ഈ 10 കൂടി ഇപ്പുറം വരുമ്പോൾ ഇത് 10⁻⁻1 ആണ്. അത് ഇപ്പുറം വരുമ്പോൾ 10 എന്നാവും. അപ്പോൾ 5 0, അങ്ങനെ 10⁵5. സോ 3 ഇൻറ്റു 10⁵5 ഈസ് ഈക്വൽ ടു 2a. അപ്പോൾ എ എന്താ? അപ്പോൾ എ എന്ന് പറയുന്നത് മൈനസ് 3 ഇൻറ്റു 10⁵5 ഡിവൈഡഡ് ബൈ 2. 3/2 1.5 ആണ്. സോ 1.5 ഇൻറ്റു 10⁵5 അത് തന്നെയാണ് 15 ഇൻറ്റു 10⁴. ഒരു 10ന്റെ പവർ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കതിന് 15 ഇൻറ്റു 10⁴ എന്ന് എഴുതാം. റിട്ടാർഡേഷൻ ആണ്, അപ്പോൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കേണ്ട, പോസിറ്റീവ് പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. എ 200 മീറ്റർ ലോങ് ട്രെയിൻ. ഇതാണ് വലിയൊരു ട്രെയിനാണിത്, നല്ല നീളമുള്ളൊരു ട്രെയിൻ. ഓക്കെ, ട്രെയിനാണെന്ന് വിചാരിച്ചോളൂ. ട്രെയിൻ മൂവിങ് ടു നോർത്ത് അറ്റ് 25 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നോർത്തിലേക്ക് പോവുകയാണ് വിത്ത് 25 മീറ്റർ പെർ സെക്കൻഡ്. എ സ്മോൾ ബേർഡ് ഈസ് ഫ്ലൈയിങ് ടു സൗത്ത്. ഓക്കെ, വിത്ത് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സ്മോൾ ബേർഡ് ഇങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്യാം വിത്ത് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ ബൈ ദ ബേർഡ് ടു ക്രോസ് ദ ട്രെയിൻ. ഇവിടെ റിലാറ്റീവ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടില്ല, ബട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും. റിലാറ്റീവ് മോഷൻ, ഇപ്പൊ 2 ഒബ്ജക്റ്റുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലാറ്റീവ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ടോ? എന്താണ് റിലാറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്? 25 + 5 30 ആയിരിക്കും. അതായത് 2 ബോഡികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലാറ്റീവ് വെലോസിറ്റി കാണാൻ ഒന്നും മറ്റേത് 2 വെലോസിറ്റി ആഡ് ചെയ്യണം. അപ്പൊ 2 ബോഡികളും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിലോ? 2 ബോഡികളും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ റിലാറ്റീവ് വെലോസിറ്റി കിട്ടാൻ ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെലോസിറ്റി 30 ആണ്. ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം എന്ന് പറയുമ്പോൾ അത് s/v ആണ്. എസ് ഈ ബേർഡ് ട്രാവൽ ചെയ്യുന്ന ദൂരം ഈ ട്രെയിനിന്റെ നീളമാണ് 210 ഡിവൈഡഡ് ബൈ 30. സോ ഇത് കട്ടായി പോയി. 21/3 7 എന്ന് കിട്ടും. സോ 7 സെക്കൻഡ്. ആൻസർ ഈസ് 7 സെക്കൻഡ്. Moving to next question. A stone is dropped into water from a bridge 44.1 meter above the water. Okay. അപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഞാനൊരു ബ്ലാങ്ക് പേജ് എടുത്ത് കാണിക്കാം. ഇതാണ് വെള്ളത്തിൻ്റെ ലെവൽ എന്ന് വിചാരിച്ചോളൂ. ഇവിടുന്ന് 44.1 മീറ്റർ മുകളിലാണ് ബ്രിഡ്ജ് ഉള്ളത്. ഇതാണ് ബ്രിഡ്ജ്. ഇതൊരു ബ്രിഡ്ജാണ്. ഓക്കെ, ബ്രിഡ്ജാന്ന് വിചാരിച്ചോളൂ. കാലൊക്കെ താഴെ ഉണ്ടാവും കേട്ടോ. ബ്രിഡ്ജാണ്. ഓക്കെ, ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന്റെ താഴെ വെള്ളമുണ്ട്. വെള്ളം നിൽക്കുന്നത് 44.1 മീറ്റർ മുകളിലാണ് വെള്ളം. അവിടെ നിന്നൊരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാം. ഇവിടുന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തു. അനദർ സ്റ്റോൺ ഈസ് ത്രോൺ. അടുത്തൊരു സ്റ്റോൺ ത്രോ ചെയ്തു എറിഞ്ഞു. വെർട്ടിക്കലി ഡൗൺവാർഡ് 1 സെക്കൻഡ് ലേറ്റർ. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ മറ്റൊരു സ്റ്റോൺ, ആ സ്റ്റോണ് ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റോൺ. അത് ഇവിടുന്ന് ത്രോ ചെയ്യാണ്. ആഫ്റ്റർ 1 സെക്കൻഡ് ത്രോ ചെയ്തു. ബോത്ത് സ്ട്രൈക്ക് ദ വാട്ടർ സൈമിൾട്ടാനിയസ്ലി. ഇനി ഇയാള് വന്ന് വെള്ളത്തിൽ തൊടുന്നതും ഇയാള് വന്ന് വെള്ളത്തിൽ തൊടുന്നതും ഒരേ സമയം കൊണ്ടാണ്. മീൻസ് ഒന്നിച്ചാ. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് സ്റ്റോൺ? ഈ എറിഞ്ഞ രണ്ടാമത്തെ സ്റ്റോണിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റോണിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റോൺ ഈ 44.1 മീറ്റർ താഴോട്ടേക്ക് എത്താൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? അത് കാണാൻ നമുക്ക് ഇക്വേഷൻ എടുക്കാം. S = ut + ½ at². ഇത് വേണ്ട, ബിക്കോസ് ഫസ്റ്റ് സ്റ്റോണിന്റെ u 0 ആണ്. S എന്ന് പറയുന്നത് 44.1 ഈസ് ഈക്വൽ ടു ½ × 9.8 × t².
9.8 ഹാഫ് എന്ന് പറയുമ്പോൾ 4.9 ആണ്. അതിപ്പുറം വന്നാൽ 44.1 ഡിവൈഡഡ് ബൈ 4.9 ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. ഇത് അറൗണ്ട് 9, അറൗണ്ട് അല്ല, എക്സാക്ട്ലി 9 ഉണ്ടാവും. സോ ഇത് 9 ആണ്. 9 ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ, therefore t ഈക്വൽ ടു 3 സെക്കൻഡ്. എന്ത് മനസ്സിലായി? ആദ്യത്തെ സ്റ്റോണ്, ആ ഡ്രോപ്പ് ചെയ്ത സ്റ്റോണ് താഴെ എത്താൻ 3 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താ, രണ്ടാമത്തെ സ്റ്റോൺ 1 സെക്കൻഡിന് ശേഷം വിട്ട്, പക്ഷെ രണ്ടാളും ഒരേ സമയത്ത് വെള്ളത്തിലെത്തി എന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റോൺ അപ്പൊ 2 സെക്കൻഡ് അല്ലേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ഇതല്ലേ അതിന്റെ ലോജിക്ക്. നമ്മളെ ക്വസ്റ്റ്യന്റെ വേർഡിങ്സിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്. ഐ റിപ്പീറ്റ്, ആദ്യത്തെ സ്റ്റോൺ 3 സെക്കൻഡ് ആണ് ട്രാവൽ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. 2 സ്റ്റോണും ഒരേ സമയത്താണ് വെള്ളത്തിൽ വന്ന് ടച്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റോൺ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എറിഞ്ഞത്. 1 സെക്കൻഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോണിന് 1 സെക്കൻഡ് കുറവായിരിക്കൂലേ? ഇതിന് 3 സെക്കൻഡ് ഉണ്ടെങ്കിൽ അപ്പൊ രണ്ടാമത്തെ സ്റ്റോണിന് 2 സെക്കൻഡ് ഉണ്ടാവുന്നു. ഇതാണ് ഇതിന്റെ ലോജിക്. Therefore, for second stone, രണ്ടാമത്തെ സ്റ്റോണിന് ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആയിരിക്കും. 3 സെക്കൻഡ് മൈനസ് 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കാണാൻ വീണ്ടും ഞാൻ എഴുതുന്നു. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് രണ്ടാമത്തെ സ്റ്റോൺ ട്രാവൽ ചെയ്ത് 44.1 തന്നെ. യു അറിയണം, യു അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. സോ ഇത് 44.1 ഇസ് ഈക്വൽ ടു 2u. ഇത് എത്ര ഉണ്ടാവും? ഹാഫും 4ഉം കിട്ടുന്നത് 2 ഇൻറ്റു 9.8 19.6. ഞാൻ അടുത്ത പേജിലേക്ക് എഴുതാം. 44.1 മൈനസ് 19.6 അല്ലേ? 19.6 മൈനസ് 19.6 ഈസ് ഈക്വൽ ടു 2u. ഇത് എത്ര ഉണ്ടാവും? 44.1 അതിൽ നിന്ന് 20 കുറച്ചാൽ തന്നെ 24. അപ്പോൾ അത് 24 സംതിങ് ഉണ്ടാവും അല്ലേ? 24.5 ഒക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2u. അപ്പോൾ യു എന്താ? യു എന്ന് പറയുന്നത് 24.5ൻ്റെ പകുതി 12.25. 12.25 ആയിരിക്കും വെലോസിറ്റി. ഓപ്ഷൻ നോക്കാം. യെസ്, 12.25 കറക്റ്റ് ആൻസർ ഇവിടെ ഉണ്ട്. 12.25 അതായിരിക്കും അതിൻ്റെ ടൈം എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ടൈം ഓൾമോസ്റ്റ് എക്സീഡ് ആവുന്നു. എ ബോഡി ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h. അപ്പോൾ ഹൈറ്റ് h ഉള്ള ഒരു ടവർ, ഇതാണ് ഹൈറ്റ് h ഉള്ളൊരു ടവർ. ഓക്കെ, ഹൈറ്റ് h ആണെന്ന് വിചാരിച്ചോളൂ. മൊത്തം ഹൈറ്റ് h, ഈ ഹൈറ്റ് h ആണ്. അവിടുന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാണ്. അത് താഴെ എത്താൻ ആകെ എടുക്കുന്ന സമയമാണ് t. ഓക്കെ, സോ h എന്ന ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് t. അങ്ങനെയാണെങ്കിൽ വേർ വിൽ ബി ദ ബോൾ ആഫ്റ്റർ t/2 സെക്കൻഡ്. അപ്പൊ t സമയം കൊണ്ട് ഇത് താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ t/2 സെക്കൻഡ് സമയത്ത് ഇയാൾ എവിടെയായിരിക്കും? സോ എന്താ എച്ചും ടിയും തമ്മിലുള്ള ബന്ധം? എച്ചും ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് അല്ലേ? അപ്പൊ എസ് ആണ് എച്ച്, യു ടി 0 ഹാഫ് എ കോൺസ്റ്റന്റാ. അപ്പോൾ ഇത് ഹാഫ് എ കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ എച്ച് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. അങ്ങനെ കിട്ടും, എച്ച് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ടിയും എച്ചും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ t/2 എന്ന് പറയുമ്പോൾ ഇതായിരുന്നു ദൂരം എന്ന് വിചാരിച്ചു. t/2 ഈ ദൂരം അറിയാം. ഈ ദൂരത്തിന് തൽക്കാലം h ഡാഷ് എന്ന് വിളിക്കാം. h ഡാഷ്. അങ്ങനെയാണെങ്കിൽ h/h ഡാഷ് എന്ന് പറയുന്നത് t/t/2 സ്ക്വയർ എന്നെഴുതി കൂടെ അല്ലേ? h പ്രപ്പോർഷണൽ ടി സ്ക്വയറാ. സോ h/h ഡാഷ് t/t/2 ദ സ്ക്വയർ. ദാറ്റ് ഈസ് h/h ഡാഷ്. അടുത്ത പേജിലേക്ക് എഴുതാം. h/h ഡാഷ് ഈസ് ഈക്വൽ ടു ടിയും ടിയും കട്ടായി പോയി, 2 അങ്ങ് മേലെ പോയി, 2ന്റെ സ്ക്വയർ 4 എന്ന് വരും. അപ്പൊ h ഡാഷ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ h/4. ആരാണ് h ഡാഷ്? ഈ കാണുന്ന ദൂരമാണ് h ഡാഷ്. ഈ ദൂരം h ഡാഷ് h/4. നമുക്ക് നോക്കാം. അറ്റ് h/2 ഫ്രം ഗ്രൗണ്ട് അല്ല,
at h/4 from ground അല്ല, ഫ്രം ഗ്രൗണ്ട് അല്ല, ഫ്രം ടോപ്പ് അത് h/2 ആണ്, സോറി h/4 ആണ്. സോ 3h/4 ഫ്രം ഗ്രൗണ്ട്, ഇത് h/4 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? ഇത് 3h/4 ഉണ്ടാവും. അപ്പോൾ t/2 എന്ന് പറയുന്ന സമയത്ത് ആ ബോഡി ഉണ്ടാക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നും 3h/4 ഹൈറ്റിലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ചെയ്യാൻ കഴിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് മോഡലുകൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു റീനീറ്റ് എക്സാമിന് വേണ്ടി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെ 1-2 തവണ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സാം എല്ലാവർക്കും ആവട്ടെ എന്ന് ഫ്യൂച്ചറിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സോ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് SL എന്നാണ്. നമ്മുടെ ടീം മുഴുവനും ഇനിയും ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.